സാർ ഒന്നും നഷ്ടപ്പെട്ടില്ല സാർ. അത് എനിക്ക് എങ്ങനെ അറിയാം? അതെ സാർ കട്ടിലെടുത്ത് വെച്ച സ്വർണ്ണമാലല്ലായിരുന്നോ? അത് അതുപോലെ അവിടെ തന്നെ ഉണ്ട് സാർ. ഇനി കള്ളന്മാരോ വല്ല അന്തന്മാരോ മറ്റോ ആയിരിക്കോ? ബോംബ് സ്ക്വാഡ് വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് സാർ. ബോംബോ? അല്ല സാർ, അവർ മതിൽ ചാടി അകത്ത് കയറിയപ്പോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഇത്രയും കഷ്ടപ്പെട്ട് മിനിസ്റ്ററുടെ വീട്ടിൽ കയറുന്നത്? ഞാനും അങ്ങോട്ട്. ഇവിടെ നിന്നാ മതി. കേക്കോ? ഇവിടെ നിന്നാ മതി. തനിക്കറിയാത്ത വിലപിടിപ്പുള്ള പല സാധനങ്ങൾ ഈ വീട്ടിനകത്തുണ്ടോ? ഇല്ല സാറേ, പൈസ ഒന്നും വീട്ടിൽ വെക്കുന്ന സ്വഭാവമല്ല. ഒക്കെ അങ്ങ് സ്വിറ്റ്സർലാൻഡിലാ. സോറി, സ്വിറ്റ്സർലാൻഡിലാ. ഈ സ്വർണ്ണമാല തന്നെ നാളെ ആർക്കോ കൊടുക്കാനോ മറ്റോ വേണ്ടി വാങ്ങി വെച്ചാൽ തോന്നുന്നുണ്ട്. വേറെ വല്ലതും? വേറെ ഇല്ല സാർ, നോ ഐഡിയ. താനാ ബോണി വിളിച്ചേ? ബോണേ, അവിടെ പോയി വിളിക്കണോ? ഓക്കെ സാർ. സാർ സാർ. ഇയാളെന്താ? വരാൻ പറഞ്ഞു. ആര്? ചാക്കോ. താൻ പോക്കോ. ഞാൻ പോണോ സാർ? തലമാറ്റം വേണോ? വേണ്ട സാർ. എന്നാ പോ. ശരി സാർ. താനാ CI ബേബി ഒന്ന് വിളിച്ചേ. അത് വേണോ? അയാളൊരു പട്ടനല്ലേ. ഇന്നേലും പോകാനുള്ള വിളിക്കണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്റെ ഞാൻ സാറിന് കൊടുക്കാം. സാർ, ബേബി സാർ. ഹലോ. എടോ ബേബി, അതെ ഒരു പ്രശ്നമുണ്ട്. താനൊന്ന് സഹായിക്കണം. അവനില്ലേ കാർലോസ്, അവനെന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം അടിച്ചോണ്ട് പോയി. അവന്റെ കാർ ക്യാമറ പതിച്ചിട്ടുണ്ട്. അല്ല സാറേ, എന്താണ് കൊണ്ടുപോയത്? എടോ ഒരു പെൻഡ്രൈവാ. അപ്പൊ പെൻഡ്രൈവിൽ എന്താ? അതിൽ തന്റെ തേങ്ങ. എടോ എനിക്ക് ആ പെൻഡ്രൈവ് തിരിച്ച് കിട്ടണം. ആ കാർലോസ് മറ്റേ പാർട്ടിക്കാരുടെ ആളാ. അതവിടെ എത്തുന്നതിന് മുമ്പ് താൻ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് കണ്ടുപിടിച്ച് തരണം. അത് പുറത്തായ കുഴപ്പമാ. ആ കാർലോസിന്റെ വണ്ടിയുടെ ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയക്കാം. സാറേ, അവനെ ചെയ്തെന്ന് ഉറപ്പുണ്ടാ? എടോ അത് അവൻ തന്നെയാ. അതുപോലെ ഒരു പാട്ട് പണി കേരളത്തിൽ അവന് മാത്രമേ ഉള്ളൂ. താൻ കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാതെ ഞാൻ പറഞ്ഞ് ചെയ്യാൻ നോക്ക്. കാർലോസ് റാസ്കൽ. പറയൂ മോനെ. ഞാൻ ഫൈസൽ പറഞ്ഞിട്ട് വരിക. ഫൈസൽ പറഞ്ഞിരുന്നു ഈ കുട്ടിക്കാണ് ഓപ്പറേഷൻ. അതെ. മോൾ എത്രയല്ലേ പഠിക്കണേ? 6 ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ഗുജറാത്തിലൊരു ചെറിയ കമ്പനിയിലാ. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. ജീവിതം ആകെ കഷ്ടത്തിലാ മോനെ. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ദേ, നിങ്ങൾ അത് കണ്ടോ? അദ്ദേഹമാണ് മഹാനായ ഷൈജു ചിലിമ്പിൽ. കേട്ടിട്ടില്ലേ? ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു മഹാൻ. അദ്ദേഹം നിങ്ങളെ സഹായിക്കും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും കേട്ടോ. ദേ, ഇപ്പൊ പോലും അദ്ദേഹം ആരെങ്കിലൊക്കെ സഹായിച്ചോണ്ടിരിക്കും. അറിയോ? മോളുടെ ഓപ്പറേഷന്റെ കാര്യമൊക്കെ അദ്ദേഹം നോക്കിക്കോളും കേട്ടോ. ദേ, അതാണ് ഷൈജു ചിലിമ്പിൽ. ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലൊക്കെ സഹായിച്ചോണ്ടിരിക്കുന്നു. കണ്ടില്ലേ? മക്കളെ മേടിച്ചോ? ചിരിക്കല്ലേ. ഓക്കെ, ഓക്കോ. അപ്പൊ ഇത് ഒരു പോസ്റ്റർ ആക്കിയിട്ടേ കരുണ പറ്റാത്തവർക്ക് അനീക എന്ന് പറഞ്ഞ് എന്റെ GP നമ്പർ അക്കൗണ്ട് നമ്പർ വെച്ചൊരു പോസ്റ്റർ ആക്കി തരണം കേട്ടാ. ചെയ്ത് തരും, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് എങ്ങനെ വേണേ വിദ്യാർത്ഥി മകൻ ബൈജുവേ, നീ ഇവിടെ പോണ്ടായിരുന്നു. എന്നാ നീങ്ങുവാ. വിദ്യാധരന്റെ മകൻ മാറിയേക്ക് അങ്ങോട്ടെ. ചേട്ടാ, ഈ മോളുടെ ഓപ്പറേഷന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം. ആണോ? കൊച്ചിന്റെ ഇത് ആശുപത്രി സാധനം എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഡോക്ടറിനെ ചീട്ടൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം. ശരിയായി. ഒരു കാര്യം ചെയ്തു, ചേർന്ന് കേട്ടോ. ചേർന്നു. മോളത് പിടിച്ചോ മോളെ. ചിരി വരല്ലേ? ഒരു സെക്കൻഡേ. ബൈജുവേ, അതെന്നാ നീ ഇപ്പൊ നീക്കി നിൽക്കുന്നേ? അല്ല ഞാൻ. അത് കൊള്ളാലോ. മാറിയില്ല. ഒരു സെക്കൻഡേ. ഓക്കെ. വിദ്യാർത്ഥിയുടെ മകൻ തെങ്ങേന്ന് വീണേ. വാ ചേട്ടാ, ഇതെങ്ങനെയെങ്കിലും ഏറ്റു. നീ ഏറ്റു ഞാൻ നോക്കിക്കോളാം. എടുത്തോ. ഒരു സെക്കൻഡ്, ഈ കവർ തന്നെ.